എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് admissions.keralauniversity.ac.in/FIUGP 2024/index.php എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്ത ശേഷം കമ്മ്യൂണിറ്റി കോട്ട എന്ന ടാബ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓൾറെഡി അലോട്ട്മെൻറ്റ്, അതായത് മുൻപ് അലോട്ട്മെൻറ്റ് ലഭിച്ച് ഈ ഒരു കോളേജ് ഫീസ് അടച്ചിട്ടുള്ള, അതായത് യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. എന്നാൽ ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു മാൻഡേറ്ററി ഫീസ് അടച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഈ ഒരു പേജിൽ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് പ്രകാരം പറഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് അതായത് ഒന്നാം വർഷ ബിരുദ പ്രവേശനം 2024-25 എയ്ഡഡ് കോളേജുകളിലേക്ക് കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളിലേക്കുള്ള പ്രവേശനം നിർദ്ദേശങ്ങളാണ്. കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളിലെ ഒഴിവുകൾ അലോട്ട്മെൻറ്റ് പ്രക്രിയയിലൂടെയാണ് നികത്തപ്പെടുക. കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് എന്ന ടാബ് ഉപയോഗിച്ച് അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള പക്ഷം ഫീസ് അടച്ച് നിലവിൽ യൂണിവേഴ്സിറ്റി ഫീസ് അടക്കാത്തവർ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അതിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ജൂലൈ 18-19 തീയതികളിലായിട്ടാണ് കോളേജിൽ അഡ്മിഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ നിലവിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അതായത് ഓൺലൈൻ TC നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടതാണ്. ആയതിനാൽ പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് മുൻ അലോട്ട്മെൻറ്റുകളിൽ ലഭിച്ച അലോട്ട്മെൻറ്റ്, അതായത് അഡ്മിഷൻ റദ്ദ് ചെയ്യപ്പെടുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മുൻപ് ഇപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. കമ്മ്യൂണിറ്റി കോട്ടയിൽ ഇപ്പോൾ മറ്റൊരു ഓപ്ഷൻ കിട്ടുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾ TC ഹാജരാക്കി കഴിഞ്ഞാൽ, അതായത് ഇവിടെ നിന്ന് TC വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മുൻപ് കിട്ടിയ ആ ഒരു സീറ്റ് പോകുമെന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ തൃപ്തരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻ നിർബന്ധമായിട്ടും റദ്ദ് ചെയ്യണം. കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പ്രസ്തുത കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ അവരെ തുടർന്നുള്ള കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിലേക്ക് ഒരു കാരണവശാലും പരിഗണിക്കില്ല. അതുപോലെ നിലവിൽ അഡ്മിഷൻ എടുത്തവർ കമ്മ്യൂണിറ്റി കോട്ടയിൽ ലഭിച്ച കോളേജിൽ തൃപ്തരല്ലെങ്കിൽ നിലവിലെ അഡ്മിഷനിൽ തന്നെ തുടരാവുന്നതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാതെ മുൻപ് നിങ്ങൾക്ക് കോളേജ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു കോളേജിൽ തുടരാവുന്നതാണ്. എന്നാൽ അവരെ തുടർന്നുള്ള കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും കോളേജിൽ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 18, അതായത് ഈ ഒരു ജൂലൈ 18 മുതൽ 19 വരെയാണ് അഡ്മിഷൻ ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ടൈമിനകം പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിലവിൽ ലഭിച്ച ആ ഒരു കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് ഇഷ്ടമില്ലാത്ത വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതാണ്. മുൻപ് ഏതെങ്കിലും കോളേജിൽ മെറിറ്റ് വഴി അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യപ്രകാരം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എടുക്കുക. കാരണം ഒരു സ്ഥലത്ത് എടുത്താൽ മറ്റേത് ക്യാൻസൽ ചെയ്യും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ജൂലൈ 18-19 തീയതികളിലായിട്ടാണ് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.